ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതീഷിനെ വിളിച്ചിരുത്തി കമ്പനിയിൽ ജോലി കൊടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുവാണ്. മറ്റെവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സാലറി നിനക്ക് ഞങ്ങളുടെ കമ്പനിയിൽ കിട്ടും എന്നൊക്കെ പറയുന്നു. നിനക്ക് അവിടെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാകുമെന്നൊക്കെ രഞ്ജിത പറഞ്ഞു. സമ്മതമാണെങ്കിൽ നാളെ തന്നെ നിനക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ട എന്ന് പ്രതീഷ് പറഞ്ഞു. ഓഫീസ് ജോലിയോടൊന്നും എനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ലാന്നും കൂടെ ജോലി ചെയ്യുന്നവർ ഞാനൊരു ജയിൽ പുള്ളി ആയിരുന്നു എന്നറിയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പ്രതീഷ്. എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ. അതിൻ്റെ പേരിലുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനും എനിക്ക് തീരെ താല്പര്യമില്ല എന്നും പറഞ്ഞു. അധികം ആരുമായിട്ട് ഇടപഴകണ്ടാത്തൊരു ജോലി, അങ്ങനെ ഒരു ജോലിയാണ് എനിക്ക് വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞ് രണ്ടെണ്ണം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പം എന്നും പറഞ്ഞ രഞ്ജിത്ത് ഇങ്ങനെ കെട്ടിയനെ കണ്ണിറക്കി കാണിക്കുക. പ്രതീഷിന് മറ്റെന്ത് ജോലി അറിയാം എന്ന് അരവിന്ദൻ ചോദിച്ചു. മറ്റെന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തോളാമെന്ന് നേരം പറഞ്ഞു. അപ്പം പറ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണിറക്കി കാണിക്കുക ഭാര്യ. അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് പ്രതീക്ഷേ? അല്ല, അത് പിന്നെ തൽക്കാലം എന്തെങ്കിലും പെട്ടെന്ന് സംഘടിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ അരവിന്ദൻ അവിടെ നിന്ന് ഇങ്ങനെ പറയുക രഞ്ജിത പറയുന്നത് കേട്ടിട്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രഞ്ജു, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് അരവിന്ദൻ. തൽക്കാലത്തേക്ക് നമ്മുടെ വണ്ടി ഓടിക്കുന്ന ജോലി പ്രതീഷിനെ ഏൽപ്പിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അയ്യോ വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. പ്രതീഷിനെ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ആക്കാനോ? നിങ്ങൾ എന്തൊക്കെയാ അരവിന്ദേട്ടാ ഈ പറയുന്നത് എന്നും പറഞ്ഞ് രഞ്ജു കിടന്ന് ഉരുണ്ട് കളിക്കുക കേട്ടോ. അപ്പോഴേക്കും പ്രതീഷ് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പം അതൊന്നും വേണ്ട, അതൊന്നും പ്രതീഷിന് പറ്റുന്ന ജോലിയൊന്നുമല്ല, വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. പ്രതീക്ഷേ, അത് പിന്നെ ഡ്രൈവർ ജോലി മോശമായതുകൊണ്ടൊന്നും അല്ല കേട്ടോ, പക്ഷേ പ്രതീഷിന് അതൊരു ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ. അല്ല രഞ്ജു, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് വേറൊന്നും ഓർമ്മയിൽ വന്നില്ല. പുതിയ ഡ്രൈവർ ഉടനെ തന്നെ വരും, അതുവരെ പ്രതീഷിനും ഞങ്ങൾക്കൊരു സഹായമാകും, ഞാൻ അത് മാത്രമായിട്ട് ഉദ്ദേശിച്ചുള്ളൂ എന്ന് അരവിന്ദൻ പറയുമ്പോൾ, അരവിന്ദേട്ടാ അങ്ങനെ ആവശ്യമില്ലാത്തൊന്നും ഉദ്ദേശിക്കേണ്ട, പ്രതീഷിന് മറ്റൊരു ജോലി ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളാം എന്നും പറഞ്ഞ് രഞ്ജിത പറയുമ്പോൾ, വേണ്ട, തൽക്കാലം എനിക്ക് ഡ്രൈവറുടെ ജോലി തന്നെ മതിയെന്ന് പറഞ്ഞപ്പോഴേക്കും രഞ്ജിത ഇങ്ങനെ ചിരിക്കുവാണ്. അതുപോലെ തന്നെ അരവിന്ദനും. സുമിത്രക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കൊട്ടാണല്ലോ അത്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ജോലി ഏതാണെങ്കിലും അത് ഞാൻ ചെയ്തല്ലേ പറ്റൂ എന്ന് പ്രതീക്ഷ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക. അയ്യോ മോനെ പ്രതീക്ഷ, അത് പിന്നെ എന്തായാലും ഈ ജോലി അതിനോട് എനിക്ക് യാതൊരു താല്പര്യക്കുറവില്ല, തൽക്കാലം പുതിയ ഡ്രൈവറെ നോക്കണ്ട, ആ ജോലി ഞാൻ തന്നെ ഏറ്റെടുത്തോളാമെന്നും പറഞ്ഞു പ്രതീഷ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രഞ്ജിത മാക്സിമം കിടന്ന് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. പക്ഷേ പ്രതീഷ് അതിൽ തന്നെ അങ്ങനെ നിൽക്കുക. അവസാനം പ്രതീഷ് ഈ കുടുംബത്തിലെ ഒരാളെ പോലെയാണെന്ന് രഞ്ജിത അങ്ങ് പറഞ്ഞു വെച്ചു. ഈ ജോലി പ്രതീഷിന് സന്തോഷമാകുമെങ്കിൽ ഞങ്ങൾക്കും സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിന് ഇതൊരു ജോലിയാണോ? ഇടയ്ക്ക് ഞങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകും, വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകുന്നു, പിന്നെ ഈ പലിശയ്ക്ക് കടം കൊടുത്തവരുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചു മേടിക്കാൻ പോകുമ്പോൾ വേണമെങ്കിൽ പ്രതീഷിന് കൂടെ വരാം. അല്ല, അതിനേക്കാളും വലിയൊരു ജോലിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ബാക്കി സമയം പ്രതീഷിൻ്റെ ഇഷ്ടം പോലെ ചെലവഴിക്കാം, അല്ല രഞ്ജു? അപ്പോൾ അതെ, മനസ്സൊന്ന് ശാന്തമാകുന്നത് വരെ പ്രതീക്ഷ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും രഞ്ജു പറഞ്ഞു കൊടുക്കും കേട്ടോ. പിന്നെ പണത്തിന് എന്താവശ്യം ഉണ്ടെങ്കിലും നീ ചോദിക്കാനും മടിക്കരുതെന്നും പറഞ്ഞു. പ്രതീക്ഷ എനിക്ക് സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ്, നിന്നെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണെന്നൊക്കെ പറഞ്ഞങ്ങ് വെക്കുമ്പോൾ എനിക്ക് ആരുടെയും സഹതാപവും കടമയും ഇതൊന്നും ആവശ്യമില്ല, ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കിട്ടണം, അത്ര ഉള്ളെന്ന് പ്രതീക്ഷ അങ്ങ് രഞ്ജിതയോട് പറയണം. എന്നും പറഞ്ഞ അരവിന്ദൻ്റെ ഒരു തലയാട്ടും. ഞാൻ എപ്പോഴാണ് ജോലി ഏറ്റെടുക്കേണ്ടതെന്ന് ചോദിച്ചു പ്രതീക്ഷ നേരം. അത് പിന്നെ പ്രതീക്ഷ ഒരു കാര്യം ചെയ്യുക, നാളെ തിങ്കളാഴ്ചയല്ലേ, ഇതിനേക്കാളും വേറെ നല്ലൊരു ദിവസം ഇല്ല, അതുകൊണ്ട് പ്രതീക്ഷ നാളെ തന്നെ പോരെ, ഐശ്വര്യമായിട്ട് നാളെ തന്നെ തുടങ്ങിക്കോളാനായിട്ട് രഞ്ജിതയും അതുപോലെ അരവിന്ദനും കൂടെ പറഞ്ഞു. അല്ല, പ്രതീഷിന് ശ്രീനിലയത്തിൽ താമസിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് മറ്റൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ പ്രതീഷിന് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പ്രതീഷ് പറഞ്ഞു. ശ്രീനിലയം എൻ്റെയും കൂടെ വീടാ, ഞാൻ അവിടെ തന്നെ താമസിച്ചോളാമെന്നും പ്രതീക്ഷ പറയുകയും ചെയ്തു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശരി, ഓക്കെ എന്ന് പറഞ്ഞു ഇവർ. അപ്പോൾ ശരി, എന്നാൽ നാളെ ഞാൻ വരാമെന്ന് പറഞ്ഞ് പ്രതീക്ഷ അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഇപ്പം എങ്ങനെയുണ്ട് അരവിന്ദേട്ടാ എന്ന് രഞ്ജിത ചോദിക്കുക. പലിശയ്ക്ക് പണം കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാത്ത ഒരുപാട് കിട്ടാക്കുറ്റികളുണ്ട്, ചോദിക്കുമ്പോഴെല്ലാം നാളേന്ന് പറയും. ജയിലിൽ കിടന്ന ഒരുത്തം കൂടെ ഉണ്ടെങ്കിൽ ആ പൈസയൊക്കെ പുഷ്പം പോലെ ഇങ്ങ് വരും. അപ്പോൾ അങ്ങനെ പ്രതീഷ് നമ്മുടെ ഡ്രൈവറാണെന്നും പ്രതീഷിനെ കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പ്രതീഷ് ഒരു ഗുണ്ടയാണെന്നും ജയിൽ പുള്ളിയാണെന്നും എല്ലാവരും അറിയണം,
കൊലയാളിയാണെന്ന് എല്ലാവരും അറിയണം. അവനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവണം എന്നൊക്കെ രഞ്ജിത പറഞ്ഞു കൊടുക്കുക. അപ്പം അതിന് വേണ്ടുന്നത് എന്താണെന്ന് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം എൻ്റെ പൊന്നു രഞ്ജു, ഇനി എനിക്കൊന്നും പറഞ്ഞു തരണ്ട കേട്ടോ. എന്താണ് വേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവനെ നല്ല ഒന്നാന്തരം ഗുണ്ടയാക്കി ഞാൻ മാറ്റിയെടുക്കും എന്നൊക്കെ നമ്മുടെ രഞ്ജുവിനോട് അരവിന്ദൻ പറയുന്നു. ഹോ 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 എന്നും പറഞ്ഞ അരവിന്ദൻ്റെ മുന്നിൽ നിന്ന് ചിരിക്കുവാണ് രഞ്ജു. ഗുണ്ട, ഇത്രയും കാലം ജയിലിൽ കിടന്നിട്ട് വന്നവന് ഇതിലും നല്ല അന്തസ്സുള്ള എന്ത് ജോലി കിട്ടാനാ? അവനെ ഞാൻ മെരുക്കി എടുക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ രഞ്ജിതയും അരവിന്ദനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അനന്യേനെ ആട്ടോ. അനന്യ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയം പൂജ അങ്ങോട്ടേക്ക് വന്നു. നീ അത് എത്രയും താമസിച്ചെന്ന് ചോദിച്ചപ്പം എനിക്ക് കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം ആരെവിടെ കൊണ്ടുവിട്ടേന്ന് ചോദിച്ചപ്പോൾ പങ്കജാന്ന് പറഞ്ഞു പൂജ. പങ്കജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പം ചേച്ചിക്ക് ഇത് എന്ത് പറ്റി? പോലീസുകാർ ചോദിക്കുന്നത് പോലെ എന്നോട് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇവിടെ അങ്ങനെ നിന്റെ സൗകര്യത്തിന് പോവുകയും വരുകയും ചെയ്യുന്നത് അത്ര നല്ലതൊന്നും അല്ലെന്ന് അനന്യ. കാലം വല്ലാത്തതാ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ആര് സമാധാനം പറയും ചോദിച്ചു. അപ്പം അത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ചേച്ചി വരുന്നതും പോകുന്നതും, പങ്കജല്ലേ എന്നെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ എന്ന് ചോദിച്ചപ്പം അപ്പം എല്ലാം പൂർത്തിയായല്ലോ എന്ന് അനന്യ പൂജയോട്. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഇനി വേറൊന്നും വേണ്ടല്ലോ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്തിനാ നിങ്ങളിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു പൂജ. ഞാൻ ഓഫീസിൽ പോകുന്നതും വരുന്നതും ഒന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അത് ഈ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണെന്ന് അനന പറഞ്ഞു. അതങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ അവൻ ഇനി എൻ്റെ കസിൻ ബ്രദറാണ്. ഞങ്ങളിനി പോവുകയും ചെയ്യും വരികയും ചെയ്യും ഒരുമിച്ച്. മേലിൽ അതിൽ ഇടപെടാൻ വന്നേക്കരുതെന്ന് പൂജ. നീ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്. കസിൻ ബ്രദർ ആയാലും ആരായാലും രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ലെന്ന് അനന്യ പറഞ്ഞു. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സുമിത്ര എന്താ പ്രശ്നം എന്ന് ചോദിച്ചു വന്നു. അപ്പോൾ അനന്യ എന്തിനാ പൂജ വഴക്ക് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പങ്കജ് എന്നെ രാവിലെ പിക്ക് ചെയ്യാൻ വരുന്നതും വൈകുന്നേരം ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതുമാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് നമ്മുടെ പൂജ പറയുക. പങ്കജ് ആരാണെന്നൊക്കെ ഇവർക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അമ്മ പോലും എന്നെ ഇതുപോലെ ഇങ്ങനെ ചോദ്യം ചെയ്തിട്ടില്ല. ആൻറ്റി തലക്കയറ്റി വെച്ചിരിക്കുന്നതിൻ്റെ കുഴപ്പം ഇതെല്ലാമെന്നും പറഞ്ഞ് അനന്യ നേരം പറയാം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമുണ്ട്, എനിക്ക് അത് മതി എന്ന് പൂജ അങ്ങ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നെ നിയന്ത്രിക്കാനൊന്നും വരണ്ടാന്ന് പറഞ്ഞപ്പം എടി എന്നും പറഞ്ഞ് ഇങ്ങനെ അനന്യ വിളിച്ചു. അപ്പോൾ എന്തിനാ നിങ്ങളിങ്ങനെ ഒച്ച വെക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് സുമിത്ര പറയാം. പങ്കജിനെ കുറ്റം പറയാൻ ഇവർക്ക് എന്താ അധികാരമെന്ന് പൂജ അന്നേരം ചോദിക്കാം. അപ്പം ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, ഓഫീസ് വിട്ടാൽ സമയത്ത് വരണം എന്നേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ വല്ലവരുടെയും കൂടെ അവിടെ ഇവിടെയും കറങ്ങി നടന്നാലേ നാട്ടുകാർ വേറെ വല്ലതും പറയും, അതാ ഉദ്ദേശിച്ച്. ഇതിൻ്റെ പേരിൽ നാളെ എന്ത് സംഭവിച്ചാലും ഇവിടെയുള്ളവർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ അനു പറയുമ്പോൾ അനു എന്നും പറഞ്ഞ് സുമിത്ര ഒന്ന് വിളിച്ചു. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാത്തത് കൊണ്ട് വരുന്ന കുഴപ്പങ്ങളാണ് ഇതൊക്കെയെന്ന് അനന്യ അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കേട്ട് പൂജയ്ക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പൂജ എന്നിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അനന്യ ദേഷ്യപ്പെട്ട് കയറിപ്പോയി. അപ്പോൾ മോളെ എന്നും പറഞ്ഞിട്ട് സുമിത്ര ഇങ്ങനെ വിളിച്ചപ്പം എന്താമേ അനന്യ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് ഞാനെന്ത് തെറ്റാ ചെയ്തതെന്ന് സുമിത്രയോട് പൂജ ചോദിക്കുക. എന്നിട്ട് പൂജ ഇങ്ങനെ നിന്ന് കരയുമ്പോൾ എൻ്റെ പൊന്നുമോള് കരയല്ലേടാ എന്നും പറഞ്ഞ് സുമിത്ര സമാധാനിപ്പിക്കുന്നു. മോള് വന്നേ എന്ന് പറഞ്ഞിട്ട് പൂജയെ വിളിച്ചുകൊണ്ട് പോവുക കേട്ടോ. എന്നിട്ട് മുറിയിൽ കൊണ്ടുവന്ന് ഇരുത്തി. അന്നേരത്തേക്കും എൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടോ, ഇരിക്കുക എന്നും പറഞ്ഞ് സുമിത്ര പൂജയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ എടുത്ത് വെച്ച് അനന്യ പറഞ്ഞതോർത്ത് എൻ്റെ പൊന്നുമോള് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ, മോളുടെ നന്മയെ കരുതി പറഞ്ഞതാണെന്ന് മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞപ്പം ഇങ്ങനെയാണോ അമ്മേ നന്മയെ കരുതി പറയുന്നതെന്ന് ചോദിച്ചു. ഇതിപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയല്ലേ സംസാരിച്ചതെന്നൊക്കെ പൂജ ചോദിക്കുകയും ചെയ്തു. ഞാനെന്താ വളരെ ചെറിയ കുട്ടിയാണോ, എൻ്റെ സേഫ്റ്റി നോക്കാൻ എനിക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അനന്യയുടെ സ്വഭാവം മോൾക്ക് അറിയില്ലേ, എടുത്ത് ചാടി എന്തോ അങ്ങ് പറയും. പങ്കജിനെ എനിക്ക് വിശ്വാസമാണ്, അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാ, ഒരിക്കലും അവൻ എന്നോട് മോശമായി പെരുമാറില്ല, നിങ്ങളാരും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പൂജ കരച്ചിലങ്ങ് തുടങ്ങി. എൻ്റെ മെൻ്റൽ റമിൽ നിന്ന് എനിക്ക് പുറത്ത് കടന്നേ പറ്റൂ എന്നും പറഞ്ഞ് പൂജ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണു. ഞാൻ ഒറ്റയ്ക്കും ആയതുപോലെ എനിക്കൊരു തോന്നലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സുമിത്ര മോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ നിൻ്റെ അച്ഛൻ്റെ കൈകളിലാണ് ഞാൻ ആദ്യം പിടിച്ചത്. പിന്നെ മോളുടെ കൈ ഞാൻ പിടിച്ചത് നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു. ഒരമ്മയുടെ സ്നേഹം എപ്പോഴും മോൾക്ക് കിട്ടണമെന്ന് ഈ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് മക്കൾ 3 അല്ല 4 ആണെന്ന് ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ, ആ നിമിഷം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാ. അതിന്നും അങ്ങനെ തന്നെയാണ് മോളെ. പക്ഷേ എൻ്റെ മോളത് മനസ്സിലാക്കണം, നീ എൻ്റെ മോള് തന്നെയാണെന്നും പറഞ്ഞ് സുമിത്ര
ചേർത്ത് പിടിക്കാം. എൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് നിന്നെയാണെന്നുള്ള കാര്യം നമ്മുടെ സുമിത്രയും പറഞ്ഞു. രോഹിത്തിനോടുള്ള കടം വീട്ടാൻ ഇതല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് സുമിത്ര ചോദിച്ചപ്പം അമ്മ തിരിച്ചു വന്നപ്പോൾ അമ്മയ്ക്കെല്ലാം തിരിച്ചു കിട്ടിയെന്നും ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയെന്നും പറയുവാണ് നമ്മുടെ പൂജ സുമിത്രയോട്. നഷ്ടപ്പെട്ടു പോയ ശ്രീനിലയം വീട്, അമ്മയുടെ മകൻ, മകൾ, മരുമകൾ എല്ലാവരും ഞാനിവിടെ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയമ്മേ, എനിക്ക് ആരുമില്ലാതായമ്മേ എന്നൊക്കെ പറയുവാണ്. മെൻ്റലി അതെന്നെ വല്ലാണ്ട് തളർത്തി കളഞ്ഞെന്നും പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് എന്നെ കെയർ ചെയ്തത് പങ്കജ. അവൻ്റെ സാമീപ്യം അത് എനിക്ക് എത്രമാത്രം ആശ്വാസകരമായിരുന്നു എന്ന് ഒരു പക്ഷേ അവന് പോലും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സുമിത്രയോട് പറയാം. അവനൊരു നല്ല പയ്യനാണെന്നും പിന്നെ എന്നെ അത്രയ്ക്ക് കെയർ ചെയ്യുന്നത് കൊണ്ടാണ് അവൻ എൻ്റെ കൂടെ വരുന്നതെന്നൊക്കെ പൂജ ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുന്നു. ഇവർക്ക് ആർക്കും അതൊന്നും മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് കാര്യം മനസ്സിലായി. പൂജ ആ വെട്ടിൽ വീണ് കിടക്കുകയാണ്, ഇനി ഊരിപ്പോരില്ല എന്ന്. അപ്പോൾ മോളെ മോള് പറഞ്ഞതെല്ലാം ശരി തന്നെയാണെന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയെന്ന് സുമിത്ര പറയണം. ഞാൻ അറിയാതെ കുറച്ച് കൂടുതൽ സന്തോഷിച്ചു പോയി എന്നും സുമിത്ര എല്ലാം ഏറ്റു പറയുന്നു. നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയി എന്ന് നിനക്ക് തോന്നിയെങ്കിൽ മോളി അമ്മയോട് ക്ഷമിക്കണമെന്ന് സുമിത്ര പൂജയോട് പറയണം. എന്നിട്ട് കൈ ചേർത്ത് പിടിച്ച് എൻ്റെ പ്രാണനാണ് നീ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മയെന്നും പറഞ്ഞു വിളിച്ച് നമ്മുടെ പൂജ ഭയങ്കര ഇത്. എന്നിട്ട് അമ്മയും മോളും കൂടെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അമ്മയും മോളും തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനം അവിടെ അങ്ങനെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സരസ്വതി അമ്മേനെ കേട്ടോ. സരസ്വതി അമ്മ അങ്ങനെ അവിടെ കിടക്കുന്നു. അപ്പോഴേക്കും ഈ നമ്മുടെ സച്ചിൻ അങ്ങോട്ടേക്ക് വരുന്നു. അതും സരസ്വതി അമ്മയ്ക്ക് അരികിലേക്ക് വന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പോൾ സരസ്വതി അമ്മ നല്ല ഉറക്കുക. സരസ്വതി അമ്മയെ എന്നിട്ട് കൊല്ലാൻ നോക്കുക കേട്ടോ ഇവൻ. അങ്ങനെ സരസ്വതി അമ്മയെ വന്ന് ഇവൻ എന്തൊക്കെയോ കാണിച്ചിട്ട് ഇവനങ്ങ് പോയി. പിന്നെ സരസ്വതി അമ്മയ്ക്ക് വേഗം ഒന്ന് വല്ലാഴികയായി. സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുന്നു. ഈ സമയത്ത് സരസ്വതി അമ്മ വാതിൽ വേഗം ചെന്ന് കുറ്റിയിട്ടിട്ട് വന്നിങ്ങനെ കിടക്കുക. പക്ഷെ സരസ്വതി അമ്മയ്ക്കൊരു ടെൻഷൻ, എന്തോ പ്രശ്നമുണ്ടെന്ന് സരസ്വതി അമ്മയ്ക്കൊരു തോന്നലേ. അപ്പോൾ ആരും കാണാതെ സരസ്വതി അമ്മേനെ വന്ന് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി വെച്ചിട്ടാണ് ഇവൻ പോണത്. അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കും നമ്മുടെ സുമിത്ര ഇങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അനിരുദ്ധ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എല്ലാം പഴയതൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്താ അമ്മ എടുക്കണേന്ന് ചോദിച്ചു. അന്നേരം ചിലതൊക്കെ എലി കടിച്ചു, ചിലതൊക്കെ ചിതൽ തിന്നുകയും ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ നോക്കുക. ബാക്കിയെല്ലാം ഇങ്ങനെ ഒന്ന് അടുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വെക്കുമ്പോൾ മോനെ പ്രതീഷ് ഇതുവരെ പുറത്തിറങ്ങിയില്ലേ എന്ന് സുമിത്ര ചോദിച്ചപ്പോൾ അവൻ ഇതുവരെ എഴുന്നേറ്റില്ലെന്നാ തോന്നണേ എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി അവൻ വൈകിയാ വന്നതെന്ന് പറഞ്ഞു സുമിത്ര. അമ്മയൊന്നും ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ അവനോട് ചോദിക്കാൻ ചെന്നപ്പോൾ മുറിയിൽ കയറി വാതിലടച്ചെന്ന് പറഞ്ഞു. ഇത്രയും കാലം അവനിങ്ങനെ പിണങ്ങി നടന്നല്ലോ, പക്ഷേ എത്ര കാലം അവൻ നടക്കുമെന്ന് എനിക്കൊന്ന് കാണണമെന്ന് സുമിത്ര. അങ്ങനെ സുമിത്ര ഓരോന്നോരോന്ന് തട്ടിക്കുടഞ്ഞെടുത്ത് വെക്കുമ്പോഴേക്കും ഒരു ആൽബം കയ്യിൽ കിട്ടി. അങ്ങനെ ആൽബത്തിലുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോസൊക്കെ നമ്മുടെ അനിരുദ്ധ അമ്മയെ കാണിച്ചു കൊടുക്കും. അമ്മ ഇത് നോക്കിക്കേ അമ്മയെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കുടുംബത്തിൽ അനുഭവിച്ച സന്തോഷങ്ങളൊക്കെ ആ നാളുകളിൽ മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയണം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അതിലെല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അനിരുദ്ധ ആ ഫോട്ടോ അങ്ങ് എടുത്തു. മോനെ നീ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്, അതിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിലൊരു ഐഡിയ ഉണ്ട് അമ്മയെന്ന് പറഞ്ഞു. എന്ത് ഐഡിയ ആണെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ പറയാം, തൽക്കാലം അമ്മ നമുക്ക് ഭക്ഷണം കഴിക്കാം, അമ്മ വരാൻ പറഞ്ഞു. മോനെ അത് നിങ്ങൾ പോയി കഴിച്ചു, ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധ അമ്മയെ കൂട്ടിക്കൊണ്ട് പോവാം. എന്നിട്ട് ഈ ഫോട്ടോയും പിടിച്ച് പ്രതീഷിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗുഡ് മോർണിംഗ് പ്രതീഷ് എന്നും പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോൾ സ്വരമോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ അവൾ സ്കൂളിൽ പോയല്ലോ എന്ന് പറഞ്ഞു അനിരുദ്ധ. അമ്മ അവളെയും കൊണ്ട് പോയിട്ടോ കുറച്ച് സമയം ആയുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ കൊച്ചും പോയി. പെട്ടെന്ന് പ്രതീക്ഷ ഇഷ്ടമല്ലാത്ത രീതിയിൽ അങ്ങ് പോയി. പ്രതീക്ഷ അങ്ങ് പോയി കഴിയുമ്പോൾ ഈ ഫോട്ടോയും പിടിച്ച് നമ്മുടെ അനിരുദ്ധ അവിടെ അങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ അനിരുദ്ധ ഇങ്ങനെ പതുങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ അവിടെ മുറിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ പ്രതീക്ഷ എന്നിട്ട് പതുക്കെ ചെന്ന് ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് ഇങ്ങ് പോരുന്നു. ആ സമയത്ത് നമ്മുടെ അനിരുദ്ധ പ്രതീക്ഷൻ വന്നപ്പോൾ പ്രതീക്ഷയുടെ അടുത്തേക്ക് ചെന്നു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ പറയുക. അപ്പോൾ പ്രതീക്ഷ ഇങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ അനിരുദ്ധയെ ദഹിപ്പിച്ച് നോക്കുന്ന നോട്ടം ആട്ടാം. പെട്ടെന്ന് തന്നെ മുറിയിൽ കയറി പ്രതീക്ഷ വാതിലടച്ചിട്ട് പ്രതീക്ഷ ഇങ്ങനെ അത് കാണുന്നത് നോക്കി നമ്മുടെ അനിരുദ്ധ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവൻ വന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയാനായിട്ടുള്ളൊരിത് അങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ വാതിൽ തുറന്ന് പിന്നെയും പുറത്തേക്ക് വന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയും അവസാനിപ്പിച്ചു. എന്തായാലും
കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. കാരണം ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂജയും സുമിത്രയും ആ സത്യങ്ങളെല്ലാം പരസ്പരം ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജ സുമിത്രയെ നെഞ്ചോട് ചേർക്കുന്നു. അതുപോലെ തന്നെ അമ്മയെ വിട്ടുപിരിയാനാകാത്ത വിധം പൂജ സുമിത്രയിലേക്ക് അടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കഥയിലുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവർക്കും നന്ദി.